ഹായ് ഗായ്സ്, ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു വോൾ ഡെക്കോർ ഐറ്റമാണ്. ഇതിനു വേണ്ടി നിങ്ങളുടെ കയ്യിൽ കുറച്ച് പേപ്പറും അതുപോലെ കാർഡ്ബോർഡ്, ഒരു പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വോൾ ഡെക്കോറാണ്. ബാൽക്കണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സ്ട്രോ രൂപത്തിൽ പേപ്പേഴ്സ് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഒന്നും കൂടി പകുതിയായി കട്ട് ചെയ്യുക. അതിനുശേഷം 2 സൈസിലുള്ള കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന്മേൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളുടെ ബാക്കി കലാവിരുതുകളൊക്കെ നമ്മൾ ഇതിന്മേലാണ് ചെയ്യുന്നത്. ഒരു കാർഡ്ബോർഡ് ഒരു ആർക്ക് രൂപത്തിലാണ് കട്ട് ചെയ്യേണ്ടത്, കാരണം അതാണ് നമ്മൾ വാതിലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വാതിലിന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനിവിടെ നല്ല രീതിക്ക് തന്നെ വാതിലൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ നമുക്ക് വേണ്ട ഡിസൈൻ അതും ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബാൽക്കണിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാൽക്കണിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാൽക്കണിയുടെ ഭംഗിയൊക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ഫൈനൽ ക്രാഫ്റ്റിൻ്റെ ഔട്ട്പുട്ട്. സോ അത് മാക്സിമം നീറ്റായിട്ട് ചെയ്യുക. ഇനി നമ്മളുടെ കലാവിരുതുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് വേസ്ഡ് ആണ്. ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് തീമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാൽക്കണി കുറച്ചും കൂടി എടുത്ത് കാണിക്കും. ഇനി കുറച്ച് സിമ്പിളായിട്ട് ചെയ്യേണ്ടവർക്ക് ആ രീതിയിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ബാൽക്കണിയുടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. സോ ഈ രീതിയിലുള്ള ഫ്ലവറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലവറൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയൊരു ചെമ്പുകമ്പിയാണ് ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഞാനൊരു സ്റ്റിക്കിൽ കോയിൽ ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു ഡെക്കോർ ഐറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ നിങ്ങളും ഇത് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വല്ല സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹോം ഡെക്കോർ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് യുവർ ലവ്.